ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറൊക്കെ ആയിട്ടുണ്ട്, കറി വെക്കണം. അപ്പോൾ കറി വെക്കാനായിട്ട് ഇന്ന് നല്ല പോത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോത്ത് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം തലേ ദിവസം തന്നെ ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ ഇതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് എണീക്കുമ്പം നമുക്ക് മസാല ആക്കി എടുത്താൽ മതിയല്ലോ, പണി എളുപ്പമാകുമല്ലോ. അല്ലേ ഇത് വേവുന്നത് നോക്കി നിന്ന് ഇതിൻ്റെ വിസിൽ മാറി അങ്ങനെ കുറേ സമയം പോകില്ല. അപ്പോൾ ഇത് വൈകിട്ട് തന്നെ അങ്ങ് വേവിച്ച് വെച്ചാൽ രാവിലെ പണി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് വൈകുന്നേരം തന്നെ അങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ബീഫ് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനകത്തെയും ബീഫിനകത്തെയൊക്കെ തേങ്ങാക്കൊത്ത് കഴിക്കാൻ. ഇവിടെ വേറെ ആർക്കും വേണ്ട കേട്ടോ തേങ്ങാക്കൊത്ത്. ഇടുന്ന തേങ്ങാക്കൊത്തൊക്കെ ഞാൻ തന്നെയാണ് തിന്ന് തീർക്കുക. അപ്പോൾ പിന്നെ തേങ്ങാവെള്ളം ഞാൻ പിള്ളേർക്ക് അല്ലൂസിനെ വിളിച്ചപ്പോൾ അല്ലൂസിനെ വേണ്ടാന്ന് പറഞ്ഞു. അന്നമോളുണ്ടെങ്കിൽ അന്നമോൾക്ക് ഇഷ്ടം. അവരിപ്പം സാറ്റർഡേ ആണെങ്കിൽ ഇവിടെ സാറ്റർഡേ ഉച്ച വരെ നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസും അന്നമോളും ക്ലാസ്സിലേക്ക് പോയേക്കാണ്. അല്ലൂസ് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അവൻ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അവൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറേ സമയം വണ്ടി ഓടിച്ച് കളിച്ചോളും. അപ്പോൾ ഈയിടെ വഴക്കുണ്ടാക്കി. പഴയ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഇടിച്ചിടിച്ചിടിച്ച് ഭിത്തിയിലൊക്കെ കൊണ്ട് ടപ്പേന്ന് പറഞ്ഞ് ഇടിച്ച് അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പൊട്ടി ആകെ മൊത്തം നാശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പായോട് വഴക്കുണ്ടാക്കി ഇപ്പോൾ അതാ വീണ്ടും ഒരു വണ്ടി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലാണ് ഇപ്പോൾ ആൾ. അപ്പോൾ അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് ആളവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. ലൂസിനും ക്ലാസ് തുടങ്ങി കേട്ടോ. നഴ്സറിയിലാണ് അവനെ ചേർത്തിരിക്കുന്നത്. അവനപ്പോൾ ശനി ഞായറും ക്ലാസ്സില്ല, തിങ്കൾ തൊട്ട് വെള്ളി വരെയാണ് അവന് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മൂസും എൻ്റെ മോളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കുറേ നേരമൊക്കെ കളിച്ചോളും. ഇതിപ്പോൾ അവരില്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ബോറിംഗ് ആണെങ്കിലും വണ്ടി കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പുറത്ത് കയറി നടക്കണുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ഒക്കെ നുറുക്കി മാറ്റി വെച്ചു. പിന്നെ ഇപ്പം നമുക്ക് തേങ്ങയുടെ കൊത്തും കൂടെ ഒന്ന് നുറുക്കിയെടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഗോവയിൽ അത്ര നല്ല ബീഫൊന്നും കിട്ടില്ല കേട്ടോ. നാട്ടിലെ ബീഫിനാണ് നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ബീഫ് കഴിക്കണമെങ്കിൽ നാട്ടിൽ തന്നെ വരണം. പിന്നെ ഇവിടെ കിട്ടുന്നത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അത്ര തന്നെ. അത്ര വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടുന്നത് നമ്മൾ മേടിച്ച് കറി വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് പെറുക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പാത്രം അടുപ്പിലേക്ക് വെച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിക്കും. അതിന് ശേഷം തേങ്ങാക്കൊത്തിടേണ്ടതാണ്. ഞാൻ മറന്നുപോയി തേങ്ങാക്കൊത്തിടാനായിട്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ തേങ്ങാക്കൊത്തിട്ടില്ലല്ലോ എന്നും. അതുകൊണ്ട് തന്നെ തേങ്ങ അത്ര അധികം മുരിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ആദ്യം തന്നെ തേങ്ങ ഇട്ട് മുരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ തേങ്ങ ഒന്ന് മുരിച്ച് കിട്ടുക. പിന്നെ ഈ പെരുംജീരകം, ഞാൻ ഈ ചിക്കൻ കറി ആയാലും ബീഫായാലും ഏത് നോൺ വെജ് വെക്കുകയാണെങ്കിലും മീൻ ഒഴിച്ചിട്ടോ വെക്കുകയാണെങ്കിലും പെരുംജീരകം ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരുംജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഞാൻ പറഞ്ഞില്ല ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് വന്നപ്പം പിന്നെ നമ്മളുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. അത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത്. പക്ഷേ നമ്മളുടെ ബീഫിനകത്ത് കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കാൻ വെച്ചത്. പക്ഷേ അത് വെന്ത് വന്നപ്പോൾ കുറച്ചധികം വെള്ളം ഉണ്ടായി. അപ്പോൾ ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ പിന്നെ അല്ലേ തന്നെ ഇവിടുത്തെ ബീഫിന് അത്ര നല്ല ടേസ്റ്റൊന്നും ഇല്ല. ആ വെള്ളം കൂടെ ഊറ്റിക്കളഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനിത് കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ കുപ്പികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാണ്. എൻ്റെ കിച്ചൺ ഭയങ്കര ചെറുതാണ്, നാട്ടിലത്തെ പോലെ നല്ല. ഇവിടുത്തെ ഗോവയിലെ ഫ്ലാറ്റിലെല്ലാം മിക്ക ഫ്ലാറ്റിൻ്റെയും കിച്ചന് ഭയങ്കര വലിപ്പം കുറവാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വേണം നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടകളാട്ടോ ഞാൻ ഇതുപോലുള്ള ബോക്സിലാണ് നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇവിടെ 3 എണ്ണം കൂടി ഇരിക്കുന്നുണ്ട് വലുത്. പിന്നെ ചെറുതും 3 എണ്ണം ഉണ്ട്. അത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാട്ടോ വലുത്. നല്ല രസമാണ് കാണാനായിട്ടും. അപ്പോഴത്തെ ലേബലും കൂടെ ഒട്ടിക്കണമെന്ന് എനിക്കുണ്ട്. പിന്നെ അത് ഞാൻ വാങ്ങിയില്ല. അതും കൂടെ വാങ്ങി വെച്ചാൽ നല്ലൊരു ക്ലാസ്സി ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത മാസം വേണം അതൊന്ന് മേടിക്കാനായിട്ട്. ഓരോ മാസവും ഞാനിങ്ങനെ കിച്ചണിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാട്ടോ ഒരുമിച്ച് മേടിക്കുമ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോ മാസവും ഇങ്ങനെ ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെക്കും.
എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ദേ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മളെപ്പോഴും മസാല ഇടുന്ന സമയത്ത് തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മസാല ആ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ട് മസാലകൾ മുരിയിച്ചെടുത്താൽ ഒരു കരിഞ്ഞ ചുക എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇളക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു കരിഞ്ഞ ടേസ്റ്റ് അതിന് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മസാല നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളുടെ കറികൾക്കൊക്കെ കിട്ടുക. അപ്പോൾ എൻ്റെ മുളക് പൊടി നല്ല കളറുണ്ടല്ലോ, ഇത് കാശ്മീരി അല്ല കേട്ടോ, അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ്. അത് നല്ല മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മുളകാണ്. സൂര്യ എന്തോ പറയുന്നൊരു ബ്രാൻഡിൻ്റെ മുളകാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് ടിക്കാലാൽ എന്ന് പറയുന്നൊരു മുളകായിരുന്നു കിട്ടിയത്. എൻ്റെ പൊന്നി അതിനെന്തൊരു എരിവായിരുന്നു എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ പോലും വേണ്ട, ഭയങ്കര എരിവാണ്. നമ്മുടെ മുക്കിൽ കണ്ണീന്നും ഒക്കെ വെള്ളം വരും. പിന്നെ ഞാൻ ആ മുളക് പൊടി മേടിക്കുന്നത് നിർത്തി. അതിന് ശേഷമാണ് ഇപ്പം ഈ സൂര്യ എന്ന് പറയുന്ന മുളക് പൊടി മേടിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇവിടെ നമുക്ക് മുളക് മേടിച്ചുകൊണ്ട് വന്നാലും ഉണക്കാനൊക്കെ സൗകര്യം, നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഉണക്കാനൊക്കെ സൗകര്യം ഭയങ്കര കുറവാണ്. ആദ്യമൊക്കെ നമ്മൾ ടെറസിൻ്റെ മേലെ പോകായിരുന്നു. ഇപ്പോൾ അവിടെ നമ്മുടെ മേലത്തെ ഫ്ലോർ ഫുള്ള് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ മുഴുവൻ ഒരു 10-25 കേക്ക് കമ്പനിയിലെ ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തുണികളൊക്കെ വിരിക്കുന്നത് അവർ ടെറസിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്ഥലം കിട്ടില്ല സാധനങ്ങളൊന്നും കൊണ്ടിടാനും എടുക്കാനും ഒന്നും. അല്ലെങ്കിൽ അവിടെ കൊണ്ടിട്ട് മുളകൊക്കെ ഇട്ട് മുളകും മല്ലിയൊക്കെ അവിടെ കൊണ്ടിട്ട് ഉണക്കിയെടുത്ത് ഞാൻ പൊടിപ്പിക്കാറുണ്ടായി. പിന്നെ താഴെ കൊണ്ടുവച്ചാൽ ഇവിടെ മുഴുവൻ പ്രാവിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് ഞാൻ താഴേക്കും പോകാറില്ല. അതുകൊണ്ട് ഇപ്പം പാക്കറ്റ് മുളക് പൊടി തന്നെയാണ് മേടിക്കാറ്. ഇനിയിപ്പം മഴയായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് മുളകൊന്നും ഉണക്കാനും പൊടിക്കാനും ഒന്നും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ എപ്പോഴും പൊടിച്ചെടുക്കുന്നവർ മഴയ്ക്ക് മുമ്പായിട്ട് മുളകും മല്ലിയൊക്കെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് ഗോവയിൽ ഇതുവരെ നല്ല മഴ കിട്ടിയിട്ടില്ല കേട്ടോ. 1-2 മഴ പെയ്തു പോയതല്ലാണ്ട് ഇതുവരെ അങ്ങോട്ട് കാലവർഷം വന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇന്ന് ചെറിയൊരു, ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു മൂടലും മഴച്ചാറ്റലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വൈകിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് പൊറോട്ടയും കൂടെ മേടിക്കണം. നല്ല രസമല്ലേ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കടയിലൊന്നും ഇവിടെ പൊറോട്ട കിട്ടില്ല. നമുക്ക് ഫ്രോസൺ പൊറോട്ട കിട്ടും. അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചെടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേറെ കറിയൊന്നും ഞാൻ പ്രത്യേകിച്ച് വയ്ക്കുന്നില്ല കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കഴിഞ്ഞു ഏകദേശം. ഇനി നാളെ പോയി വേണം വെജിറ്റബിളൊക്കെ മേടിക്കാനായിട്ട്. അപ്പം ഇന്ന് ബീഫ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇറച്ചിക്കറി കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതേ ഞാൻ വെളിയിൽ പോയി അല്ലൂസിൻ്റെ കളിയൊക്കെ നോക്കി കുറച്ച് സമയം നിൽക്കുകയായിരുന്നു. അല്ലൂസ് അപ്പോൾ അവിടെ പുറത്തിറങ്ങിപ്പോയി കുറേ നേരം അകത്ത് ഓടിച്ചു. പിന്നെ എന്നോട് കതവ് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. വെളിയിൽ പോയി നിന്ന് ആശാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.